L'emissora che qui sei. ഉണ്ടായ അപകടത്തിന്റെ ആഘാതം എത്ര വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ആ വിമാനം പൂർണ്ണമായും അഗ്നിക്കിരയായി എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഹരി ഉണ്ണിത്താൻ അഹമ്മദാബാദിൽ നിന്ന് ചില വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ശ്രീ ഹരി ഉണ്ണിത്താൻ, താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുണ്ട്? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വിമാനം ഏതാണ്ട് പൂർണ്ണമായും കത്തി ആ മട്ടിൽ ഉള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അഗ്നിശമന സേനാ വിഭാഗങ്ങളും നാട്ടുകാരും NDRF ഒക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാണ് അവിടെ നിന്ന്? ഞാൻ അഹമ്മദാബാദിൽ നിന്ന് ഹരി ഉണ്ണിത്താനാണ്. ഇത് ടേക്ക് ഓഫ് ചെയ്ത് IGP ഗ്രൗണ്ടിലാണ് വീണത്. അതുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. IGP ഗ്രൗണ്ട് എന്നൊരു കോമ്പൗണ്ട് ആണ്, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആശങ്ക കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ് ചീഫ് മിനിസ്റ്റർ വിജയ് രൂപാണി ഉണ്ടെന്ന് പാർട്ടി പ്രവർത്തകർ കൺഫേം ചെയ്യുന്നുണ്ട്. അദ്ദേഹം സീരിയസ്ലി ഇഞ്ചേർഡ് ആണെന്ന് ലോക്കൽ ഗുജറാത്തി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗുരുതര പരിക്കുണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിജയ് രൂപാണി മുൻ മുഖ്യമന്ത്രിക്ക് അല്ലേ? ഇപ്പൊ വന്ന ഗുജറാത്തി ന്യൂസിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അത് ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ വിമാനത്തിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടി പ്രവർത്തകർ കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്ന് അദ്ദേഹം പോയ കാര്യം. Download ShareChat. തകരാറിലായി പിന്നീട് വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ വലിയ തീയും പുകയും ഒക്കെ തന്നെ ഈ അഹമ്മദാബാദിൽ നിന്ന് ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് കാഷ്വാലിറ്റി എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ 7 ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം മാത്രമേ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. മാത്രമാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫ്ളാറ്റ് സമുച്ചയമൊക്കെയാണോ ഇതിനടുത്തുള്ളത്? സ്മൃതി, അങ്ങനെ നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ നിലയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് മറ്റ് വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നതൊക്കെ തന്നെ അല്പസമയത്തിനകം മാത്രമേ നമുക്ക് വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഒരു Download ShareChat. തകരാറിലായി പിന്നീട് വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ വലിയ തീയും പുകയും ഒക്കെ തന്നെ ഈ അഹമ്മദാബാദിൽ നിന്ന് ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ